മാർ ജോർജ് ആലഞ്ചേരി, ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും ഫ്രാൻസിസ് പാപ്പയിൽ ഒരു മാതൃകയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സഭ തന്നെ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചതിൽ ഓർക്കുന്നു, അദ്ദേഹം ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള വെറുപ്പുകളോടും അകലം പാലിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് ഒരു യഥാർത്ഥ വിശ്വാസി പിന്തുടരരുത് എന്നും പറയുന്നുണ്ട്. ഓൺലൈൻ വഴി, അതായത് ഈ സൈബർ മാധ്യമങ്ങൾ വഴി വെറുപ്പ് വിതയ്ക്കുന്നതിനെ, വിഭാഗീയത വിതയ്ക്കുന്നതിനെ തന്നെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. ഈ തെറ്റായ പ്രചരണങ്ങളൊക്കെ നടത്തുകയും അതുവഴി സമൂഹത്തിൽ കാലുഷ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ ഈ സഭ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പുറത്ത് ഓരോ ക്രൈസ്തവനും വിഭാഗീയതയും വെറുപ്പും ഒക്കെ വെടിഞ്ഞ് ഏറ്റവും നല്ല ക്രൈസ്തവിക മൂല്യങ്ങളിൽ വിശ്വസിക്കണമെന്ന ഒരു മഹാമാതൃക കൂടി പകർന്നു നൽകുന്നുണ്ടല്ലോ പാപ്പ. ആ സന്ദേശം എല്ലാ ക്രൈസ്തവരും ഉൾക്കൊള്ളും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി സഭ ആഹ്വാനം ചെയ്യുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാ സഭകളുടെയും ഉള്ളിലുള്ള ആഗ്രഹം. പ്രായോഗികതയിൽ നമ്മൾ പരാജയപ്പെടുത്തുമെന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നൽകിയ പാപ്പായുടെ മാതൃക തീർച്ചയായിട്ടും സഭകളുടെ പ്രധാന ശുശ്രൂഷകരെ സ്വാധീനിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം വെറുപ്പിനും വിദ്വേഷത്തിനും കടുത്ത എതിർപ്പ് തൻ്റെ ചാക്രിക ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട്. വെറുപ്പും വിദ്വേഷവും ക്രൈസ്തവതയ്ക്ക് ചേർന്നതല്ല. കാരണം സ്നേഹമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് കാരുണ്യം എന്നൊക്കെ അദ്ദേഹം വളരെയേറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സ്നേഹത്തിന് അതിരുകളില്ല, അളവുകളില്ല. അത് ദൈവത്തിൻ്റെ സ്നേഹം പോലെ കൂടുതലായിട്ട് മനുഷ്യ സമൂഹത്തിലേക്ക് ഒഴുകണം. മാനുഷികതയുടെ കൂടെ ക്രൈസ്തവതയും ചേരുന്നതാണ് ക്രൈസ്തവൻ്റെ ജീവിതമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നെങ്കിലും ഹൃദയം കൊണ്ടാണ് അത് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നതും ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ സവിശേഷമായ പാപ്പാ ശുശ്രൂഷയുടെ ഒരു മാതൃക ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ഇനി ഇതിന്മേലായിരിക്കും വരുന്ന പാപ്പാമാർ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാലങ്ങളിലെ വെല്ലുവിളികൾക്ക് മറുപടി കൊടുക്കുന്നതും അതിനുവേണ്ടി ജീവിക്കുവാൻ പ്രേരിതരാകുന്നതും. തീർച്ചയായിട്ടും നമ്മൾ ഈ സന്ദേശം ഉൾക്കൊള്ളണം. അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൻ്റെ പ്രായോഗികത എല്ലാവരോടും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലോക നേതാക്കന്മാരോട് അവർ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും പറയാനുള്ള അദ്ദേഹം തുറന്നു പറയുമായിരുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രാജ്യങ്ങളിൽ ഒന്നായ ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവിനോട് പറഞ്ഞു, മതിലുകൾ കെട്ടുന്നതിലല്ല മനുഷ്യ സമൂഹത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത്, പിന്നെയോ മതിലുകൾ പൊളിക്കുന്നതിലാണ് എന്ന് വെച്ചാൽ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുകയും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ പൊതു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഈ വിശാലമായ വീക്ഷണം അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരത് പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സമർപ്പിതരും ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും ഈ പാപ്പായുടെ മാതൃകയിൽ തങ്ങളുടെ കുടുംബജീവിതവും പൊതുജീവിതവും സഭാജീവിതവും എല്ലാം കരുപ്പിടിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പാപ്പ എല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടിരുന്നത്. പ്രതീക്ഷയുടെ വർഷമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ മരണമടയുന്നത്. തീർച്ചയായിട്ടും പാപ്പ എന്നുള്ള ശുശ്രൂഷ സഫലമായിരുന്നു. സഫലം ഈ ജീവിതമെന്ന് നമ്മൾ സാധാരണ പറയുന്നതിൽ കവിഞ്ഞ് പാപ്പായെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞാൻ എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും സ്നേഹപൂർവ്വം വിനയത്തോടുകൂടി സമർപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായിട്ട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും കർദിനാൾ എന്നുള്ള നിലയിലും സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെല്ലാം എപ്പോഴും സഹമെത്രാന്മാരോടും അധികാരികളോടും എല്ലാം സമഭാവനയോടുകൂടിയായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴേ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ഹൃദ്യത ഉടനടി ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത. നമുക്ക് അദ്ദേഹത്തെ ഒരു അധികാരി എന്നുള്ള നിലയിലല്ല, ഒരു സഹകാരി, ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകൻ, ഒരു നമ്മുടെ അഭ്യുദയകാംക്ഷി എന്നൊക്കെ നിലയിൽ ഉടനടി തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വചസ്സുകളും അതുപോലെ തന്നെ സമീപനങ്ങളും. തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടും. അതുപോലെ തന്നെ സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം വരുത്തിയ ധന്യത തുടരാനായിട്ട് നമ്മളെല്ലാവരും
തയ്യാറാവണമെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയും ഞാൻ ഇതോടുകൂടി നടത്തുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ